മത്തായി സുവിശേഷത്തില് 4-ാം അധ്യായത്തില് 14-ാമത്തെ വാക്യം, സെബൂലൂൻ ദേശം, നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരെയുള്ള നാടും. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഇരുട്ട് വീണ ദേശം, മരണ നിഴല് വീണ ദേശം. ഗ്ലോറി ടു ഗോഡ്. അങ്ങനൊരു ദേശത്താണ് പാർക്കുന്നതെങ്കിൽ അവിടം വിട്ടു പോകാനല്ല ബൈബിൾ പറയുന്നേ, നിനക്ക് മുറുക്കി പിടിക്കാൻ ഒരു നാമം വെളിപ്പെടുത്തി തരിക. അപ്പൊ ഇവിടെ ഒരു ദേശമാണ് ഇരുട്ടു വീണ ദേശം, മരണ നിഴല് വീണ ദേശം. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമുണ്ട്, ഞാൻ വായിപ്പിക്കുന്നില്ല. ഏലിശാ പ്രവാചകന്റെ അടുക്കൽ ഒരു ദേശക്കാരി ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ പട്ടണം മനോഹരമാണ്, പക്ഷേ വെള്ളം ചീത്തയും ഗർഭനാശവും തരുന്ന ദേശമാണ്. ഈ ദേശത്തെ വെള്ളം ചീത്തയാ. ഒരു സ്ത്രീ ഒരു പുരുഷനും കൂടെ വിവാഹം കഴിച്ചാൽ ഉരുവാകുന്ന കുഞ്ഞിനെ ഉദരത്തിൽ ഇല്ലായ്മപ്പെടുത്തി കളയുന്ന ഒരു ദേശം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോമേ, ഹല്ലേലൂയ. 2-ാമത്തെ പുസ്തകം പഠിക്കുമ്പം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രവാചകന്മാർ പറയുക, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഇടുക്കവും ഞെരുക്കവുമുള്ളൊരു ദേശമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്തുള്ളതാണ്? ഇടുക്കവും ഞെരുക്കവുമുള്ളൊരു ദേശമാണ്. ഇന്ന് ദൈവാത്മാവ് തൊടുക ചില മേഖലകളെ. സ്തോത്രം. ആ ദേശവും നീ വിട്ടോടണ്ട. ഒടുവിൽ ദൂതൊന്നിച്ചു പറയാം. സ്തോത്രം. യെശയ്യാ പ്രവാചകൻ പറയുക, ഈ തെക്കേ ദേശത്തിനൊരു കുഴപ്പമുണ്ട്. തെക്കേ ദേശത്തിനകത്ത് സിംഹവും കേസരിയും അണലിയും പറക്കുന്ന അഗ്നിസർപ്പവും ദൈവത്തിന് എന്നിവ വരുത്തുന്നതായ കഷ്ടവും ക്ലേശവുമുള്ള ദേശം. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 6-ാം വാക്യം അതൊന്ന് വായിച്ച് കേൾപ്പിക്കണം. തെക്കേ ദേശത്തിലെ മൃഗങ്ങളെ കുറിച്ചുള്ള പ്രവാചകൻ, സിംഹി, കേസരി, കേസരി, അണലി, പറക്കുന്ന അഗ്നിസർപ്പം എന്നിവ വരുന്നതായി കഷ്ടവും ക്ലേശവുമുള്ള ദേശത്തുകൂടി. കഷ്ടവും ക്ലേശവുമുള്ള ദേശം മതി. സ്തോത്രം. അതാ ഭാഗ്യം ഒന്ന് മനസ്സിലായാൽ മതി. അപ്പം ഇരുട്ടുള്ള ദേശം, മരണനിലുള്ള ദേശം, ഇടുക്കമുള്ള ദേശം, ഞെരുക്കമുള്ള ദേശം. സ്തോത്രം. സിംഹവും സിംഹിയും കേസരിയും അണലിയും പറക്കുന്ന അഗ്നിസർപ്പവുമുള്ള ദേശം. തീർന്നില്ല, ഗർഭനാശവും വെള്ളം ചീത്തയുമായ ദേശം.